ചില ബന്ധങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലർ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, എന്നാൽ ചിലർ വിട്ടുപോയ ശേഷമാണ് അവരുടെ സ്നേഹം വലുതായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. തന്റെ കാമുകിയായിരുന്ന സുധയുടെ കൂടെ മലമുകളിൽ ഒരു കഫേ തുറക്കണമെന്നായിരുന്നു ചന്ദറിന്റെ ആഗ്രഹം. അവൻ അങ്ങനെ ഒരു കഫേ തുറന്നു. എന്നാൽ അത് സുധയുടെ കൂടെ അല്ലായിരുന്നു. പ്രീതി എന്നൊരു പെൺകുട്ടിയുടെ കൂടെയാണ് അവൻ കഫേ തുറന്നത്. അവളാകട്ടെ ചന്ദറിനെ ഒത്തിരി പ്രണയിച്ചിരുന്നു. പ്രീതിക്ക് എപ്പോഴും ചന്ദറിനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടായിരുന്നു. അവൾ പേടിച്ച പോലെ തന്നെ സുധ ചന്ദറിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അവസാനം ചന്ദർ ആരെ സ്വീകരിക്കും, പ്രീതിയോ അതോ സുധയോ? അത് നമുക്ക് ഈ സീരീസ് കണ്ടു തന്നെ മനസ്സിലാക്കാം. മുസാഫിർ കഫേ എന്ന 2026 പുറത്തിറങ്ങി ട്രെൻഡിംഗ് ആയ ഈ സീരീസിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കടക്കാം. ഈ കഥ തുടങ്ങുന്നത് മനോഹരമായ മസൂരിയിൽ നിന്നാണ്. അവിടെ പ്രീതി എന്ന പെൺകുട്ടി തന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തന്റെ മുസാഫിർ കഫേയെ കുറിച്ചാണ്. പ്രീതി പറയുന്നത് മറ്റുള്ളവർക്ക് മുസാഫിർ കഫേ എന്നത് എന്തുമാകാം, പക്ഷെ അത് അവൾക്കൊരു വീടാണ്, തന്റെയും ചന്ദറിന്റെയും വീട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ പതിയെ തന്റെ കഫേയിലേക്ക് നടക്കുകയാണ്. പ്രീതിയെ ആദ്യമായി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന, ജീവിതത്തെ സന്തോഷത്തോടെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ കഫേയിലെത്തുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. ആളുകൾ ഭക്ഷണം കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അവളുടെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസും കൂടെ നടക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് പ്രീതി തന്റെ ജീവിതത്തെക്കുറിച്ച് മനോഹരമായ ഒരു കാര്യം പറയുകയാണ്. അവളുടെ അഭിപ്രായത്തിൽ ഓരോ മുസാഫിറിന്റെയും യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത് അവർ തങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തുമ്പോഴാണ്. ചിലപ്പോൾ ആ ലൈഫ് പാർട്ട്ണർ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാകും. പിന്നീട് അവർ നമ്മെ വിട്ട് വേറെ അവരുടെ വഴിക്ക് പോകും. പ്രീതിയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവൾ ചന്ദറിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതവും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി മാറിയിരുന്നു. അതുപോലെ തന്നെ ചന്ദറിന്റെ ജീവിതത്തിൽ ഈ മാറ്റം സംഭവിച്ചത് അവൻ സുധയെ കണ്ടുമുട്ടിയപ്പോഴാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കഥ പതിയെ ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുകയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഭോപ്പാൽ നഗരമാണ് കാണിക്കുന്നത്. ഒരു റെസ്റ്റോറന്റിൽ ചന്ദർ ഒരാളെ കാത്തിരിക്കുകയാണ്. മാട്രിമോണി സൈറ്റ് വഴി മാച്ച് വന്ന ഒരു പെൺകുട്ടിയെ കാണാനാണ് അവൻ അവിടെ എത്തിയിരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് സുധ എന്നാണ്. ചന്ദർ റെസ്റ്റോറന്റിൽ നിന്ന് സുധയെ കാത്തിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞിട്ടും അവൾ ഇതുവരെ എത്തിയിട്ടില്ല. അതിനിടയിൽ ഓർഡർ എടുക്കാനായി വെയിറ്റർ അവന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ചന്ദറിന് സാധാരണ കോഫി വേണ്ട, സ്വന്തമായി കോഫി ഉണ്ടാക്കണം. അതുകൊണ്ട് കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ വെയിറ്ററിന്റെ അടുത്ത് അവൻ പറയുന്നു. ആദ്യം വെയിറ്റർ ഒന്ന് മടിക്കുന്നുണ്ട്. റെസ്റ്റോറന്റിൽ കസ്റ്റമർ തന്നെ കോഫി ഉണ്ടാക്കുന്നത് അവനത്ര പരിചിതമായ കാര്യമൊന്നുമല്ലല്ലോ. കോഫിയുടെ പൈസ താൻ കൊടുക്കാമെന്ന് ചന്ദർ പറഞ്ഞതോടെ വെയിറ്റർ ഒടുവിൽ സമ്മതിക്കുന്നു. അപ്പോഴാണ് ചന്ദറിന്റെ ശ്രദ്ധ അടുത്ത ടേബിളിലേക്ക് പോകുന്നത്. അവിടെ ഒരു പെൺകുട്ടി ഒരു യുവാവിന്റെ അടുത്ത് നന്നായി വഴക്കുണ്ടാക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തന്നെ ചന്ദറിന്റെ ശ്രദ്ധ അവളിലേക്ക് പോകുന്നു. അപ്പോഴാണ് ചന്ദറിന്റെ ഫോൺ അടിക്കുന്നത്. ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ അവരൊരു കാര്യം മനസ്സിലാകുന്നു. അടുത്ത ടേബിളിൽ ആ യുവാവിന്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് സുധ. ചന്ദറിനെ കാണാൻ വരുന്നതിന് മുൻപ് തന്നെ അവളെ കാണാൻ വന്ന മറ്റൊരു മാരേജ് പ്രപ്പോസൽ അവൾ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചന്ദർ കണ്ടതും. ആ യുവാവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം സുധ ചന്ദറിന്റെ അടുത്തെത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. ആദ്യം തന്നെ സുധ ഒരു കാര്യം തുറന്നു പറഞ്ഞു. അവളൊരു ഡിവോഴ്സ് ലോയർ ആണ്. സുധയുടെ വീട്ടുകാർ കല്യാണം ആലോചിച്ചു വരുന്ന ചെറുക്കന്മാരോട് അവൾ ഡിവോഴ്സ് ലോയർ ആണെന്നുള്ള കാര്യം പറയാറില്ല. കാരണം അതറിഞ്ഞാൽ അവർ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേക്കുമെന്നൊരു പേടിയാണ്. അത് കേട്ടപ്പോൾ ചന്ദറും തന്റെ കാര്യങ്ങൾ സുധയോട് പറയാൻ തുടങ്ങി. നേരത്തെ താൻ അമേരിക്കയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നും അവൻ പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരു ചെറിയ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അമേരിക്കയിൽ തുടരുന്നതിനേക്കാൾ ഇന്ത്യയിൽ തന്നെ താമസിക്കാനാണ് ചന്ദറിന് ഇഷ്ടം. ഇതിനിടയിൽ സ്വന്തമായി കോഫി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചന്ദർ താൻ കോഫിയുടെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണെന്നും സുധയുടെ അടുത്ത് പറയുന്നു. വേറെ ആരുണ്ടാക്കുന്ന കോഫി അവൻ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണ് അവൻ റെസ്റ്റോറന്റിൽ പോയ ശേഷവും സ്വന്തമായി കോഫി ഉണ്ടാക്കുന്നത്. അത് കേട്ട സുധ പറയുന്നത് തനിക്ക് കോഫിയല്ല ചായയാണ് ഇഷ്ടമെന്നാണ്. ചായ കുടിക്കാൻ വേണ്ടി താൻ ഇടയ്ക്കിടെ ഈ സ്ഥലത്ത് വരാറുണ്ടെന്നും അവൾ പറഞ്ഞു. പിന്നെ കല്യാണത്തെക്കുറിച്ച് സുധ തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ തനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു പ്ലാനുമില്ല. അമ്മയുടെ റിലേറ്റീവ്സിന്റെ നിർബന്ധം കൊണ്ടാണ് ഓരോ ചെക്കന്മാരെയും കാണാൻ ഇങ്ങനെ ഇവിടെ വരുന്നത്. സുധയുടെ ഈ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ചന്ദറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ കണ്ടതിന് ശേഷം ഇനി എവിടേക്കാണ് പോകാൻ പ്ലാൻ എന്ന് സുധ ചന്ദറിനോട് ചോദിക്കുന്നു. തിയേറ്ററിൽ പോയൊരു നാടകം കാണാനാണ് തന്റെ പ്ലാൻ എന്ന് ചന്ദർ അവളോട് പറഞ്ഞു. ഇരുട്ടത്ത് മറ്റുള്ളവരുടെ കഥ കാണുന്നതിനേക്കാൾ നല്ലത് ഈ ഭോപ്പാൽ സിറ്റിയെ കാണുന്നതാണെന്ന് അവൾ അവനോട് പറയുന്നു. ഈ നഗരത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നദിയുടെ അടുത്തൂടെ നടക്കാം, നാരങ്ങ സോഡ കുടിക്കാം, മുഴുവൻ നഗരത്തിലൂടെയും ചുറ്റി നടന്ന് അതിനെ ശരിക്കും ഫീൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ സുധ പറയുമ്പോൾ ചന്ദറിനും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹം വരുന്നുണ്ട്. അങ്ങനെ ചന്ദറും സുധയും കൂടെ ഒരുമിച്ച് ഭോപ്പാൽ സിറ്റി കാണാൻ ഇറങ്ങുകയാണ്. അവർ കുറെ സമയം ഒരുമിച്ച് ചുറ്റി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആ സംസാരത്തിനിടയിലാണ് സുധ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. കുക്കിംഗ് എന്നത് ചന്ദറിന്റെ വെറുമൊരു ഇഷ്ടമല്ല, അതൊരു പാഷൻ കൂടിയാണ്. അപ്പോൾ സുധ അവനോടൊരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഇത്രയും കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തമായി ഒരു കഫേ തുടങ്ങിക്കൂടാ? ഇത് ചന്ദറിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു ചോദ്യമായിരുന്നു. ഒരു കഫേ തുടങ്ങുന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ഇരുവരും നാരങ്ങ സോഡ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. തന്നെ കാണാൻ വേണ്ടി മറ്റൊരു ചെക്കൻ കൂടെ റെസ്റ്റോറന്റിൽ കാത്തിരിക്കുന്നുണ്ട്. അവൾ ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുകയാണ്. അവൾ പോകുന്നതിന് മുൻപ് ചന്ദറിനോട് ഒരു കാര്യം പറഞ്ഞു. ഈ കല്യാണാലോചന നിനക്ക് ഇഷ്ടമായില്ലെന്ന് വീട്ടിൽ പറഞ്ഞേക്കണം. അത് കേട്ട
ചന്ദർ അത്ഭുതത്തോട് ചോദിക്കുന്നു, അതെന്തിനാ ഞാൻ പറയുന്നത്, നീ പറഞ്ഞാൽ പോരെ? സുധ ചിരിച്ചുകൊണ്ട് പറയുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഒരു ചെക്കൻ കല്യാണാലോചന ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു പെൺകുട്ടി ചെക്കനെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെക്കന്റെ അമ്മയുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി ചന്ദർ ഏറ്റെടുക്കണമെന്നാണ് സുധ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുധ അവിടെ നിന്ന് പോവുകയാണ്. അവൾ പറയുന്ന ഈ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചന്ദറിന് സുധയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അടുത്ത സീനിൽ പ്രസന്റിലെ മുസാഫിർ കഫേയാണ് കാണിക്കുന്നത്. ഈ കഫേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ ആളുകളും തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു ചെറിയ നോട്ട് എഴുതി കഫേയുടെ വോളിൽ ഒട്ടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ചെറുപ്പക്കാരൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് വോളിൽ ഒട്ടിച്ച ശേഷം അവൻ പോകാൻ ഒരുങ്ങുമ്പോൾ പ്രീതി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ബൈ പറയുന്നു. അപ്പോഴാണ് രാഹിൽ എന്നൊരു ചെറുപ്പക്കാരൻ കഫേയിലേക്ക് വരുന്നത്. രാഹിൽ ഈ കഫേയിൽ സ്ഥിരമായി വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രീതിക്കും രാഹിലിനും നല്ല പരിചയമുണ്ട്. രാഹിൽ പ്രീതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയും അവന്റെ പെരുമാറ്റവും കണ്ടാൽ രാഹിലിന് പ്രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതായി നമുക്ക് തോന്നും. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം രാഹിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്ക് കസ്റ്റമറിനെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ചന്ദർ പ്രീതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ചന്ദർ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പ്രീതി തമാശയായി പറയുന്നു, നീ കസ്റ്റമേഴ്സിനെയൊക്കെ വിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത് ആളുകൾ കണ്ടാൽ അവരെക്കാളും കൂടുതൽ അറ്റൻഷൻ എനിക്കാണെന്ന് തരുന്നതെന്ന് അവർ വിചാരിക്കും. പക്ഷേ ചന്ദർ അതൊന്നും കാര്യമാക്കുന്നില്ല. അവൻ വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, ഈ കഫേയുടെ എല്ലാം നീയാണ്, നീ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. ഇങ്ങനെ പറയുന്നതിനോടൊപ്പം ഇരുവരും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. ഇരുവരുടെയും ഇടയിലുള്ള ചെറിയ മൊമെന്റോടുകൂടി തന്നെ പ്രീതിയും ചന്ദറും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. പ്രീതി ഒറ്റയ്ക്ക് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രാഹിൽ കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ ആ ഗിഫ്റ്റ് തുറന്നു നോക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടിയോടൊപ്പം ഒരു ചെറിയ നോട്ടും കൂടിയുണ്ട്. ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത്, കുറച്ചു ദിവസങ്ങളായി ഞാനൊരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണാടി ആ പെൺകുട്ടിക്ക് നൽകുന്നത്. കുറച്ചു സമയം എങ്കിലും അവൾ സ്വന്തം മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയാണിത്. ഈ വരികൾ വായിച്ച പ്രീതിക്ക് അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എന്തിനാണ് എനിക്കിത് തന്നത് എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ വരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെ ചെറിയൊരു പുഞ്ചിരിയോടെ ആ കണ്ണാടി അവൾ നോക്കിയിരിക്കുകയാണ്. വീണ്ടും അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇത്തവണ ചന്ദർ മറ്റൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ചന്ദർ തന്റെ കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. താൻ പണ്ട് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ തിരിച്ചു വന്ന ശേഷം ഇന്ത്യയിൽ ജോലി ചെയ്യുകയാണെന്നും അവൻ പറഞ്ഞു. അമേരിക്ക എന്ന് കേട്ടപ്പോൾ ആ പെൺകുട്ടി വലിയ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. വേറൊന്നും കേൾക്കാതെ അവൾ ഉടനെ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ കല്യാണം കഴിച്ചാൽ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമോ? ചന്ദർ അതിന് മറുപടി പറയുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ സുധ അവിടേക്ക് വരുന്നു. സുധ എത്തിയ ഉടൻ തന്നെ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഒരു വലിയ ഡ്രാമ കാണിക്കുകയാണ്. അവൾ ചന്ദറിനെ കാണിച്ചു പറയുന്നത്, ഈ ചെക്കൻ ശരിയല്ല, ഇയാൾ എന്നെ 2 തവണ പ്രഗ്നന്റ് ആക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോഴാണ് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നൊക്കെ സുധ അവളോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട ആ പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നീ എന്തായാലും ആ പെൺകുട്ടിയെ റിജക്ട് ചെയ്യാൻ പോവുകയായിരുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് സുധ ചന്ദറിന്റെ അടുത്ത് പറയുന്നു. അവൻ അവളുടെ ഈ സംസാരം കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ രണ്ടുപേരും വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു യുവാവ് സുധേനെ വിളിക്കുന്നത്. ശരിക്കും സുധ ആ യുവാവിനെ കാണാനാണ് ഇന്ന് അവിടെ എത്തിയത്. അയാളുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് സുധ ചന്ദറിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയുന്നു. എന്തായാലും ഞാൻ അയാളെ റിജക്ട് ചെയ്യും. അതിനുശേഷം അവൾ ചന്ദറിനോട് അടുത്ത ദിവസം നാടകം കാണാൻ പോകാമോ എന്ന് ചോദിക്കുന്നു. ചന്ദർ അതിന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം സുധ വരുന്നതിന് മുൻപ് തന്നെ ചന്ദർ തിയേറ്ററിൽ എത്തിയിരുന്നു. അവൻ അവിടെ സുധയെ കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സുധ ഒരു സാരി ഉടുത്ത് വളരെ സുന്ദരിയായി അവിടേക്ക് എത്തുന്നു. അവളെ അങ്ങനെ കണ്ട ചന്ദർ അവളുടെ മേലിൽ നിന്ന് കണ്ണെടുക്കുന്നതേയില്ല. ഇരുവരും ഒരുമിച്ച് അതിനുശേഷം നാടകം കാണാൻ വേണ്ടി കയറുന്നു. നാടകം കഴിഞ്ഞ ശേഷം അവർ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചന്ദറിന്റെ അടുത്ത് സുധ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പറയുകയാണ്. അവളുടെ വലിയൊരു സ്വപ്നം മുംബൈയിൽ പോയി സ്വന്തമായി ലോ ഫേം തുടങ്ങുക എന്നതാണ്. സുധയുടെ അച്ഛൻ ഒരു ലോയർ ആയിരുന്നു. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം സുധയെ വളർത്തിയത് അവളുടെ അമ്മയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ അവളെ നോക്കി വളർത്തിയത്. അതുകൊണ്ട് തന്നെ സുധയ്ക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയെ നോക്കുന്ന പോലെ തന്നെ അവൾക്ക് പിന്നീട് നോക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. സമൂഹം ഇപ്പോഴും കരുതുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ പുരുഷന്മാരുടേത് മാത്രമാണെന്നും പെൺകുട്ടികൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നുമാണ്. പക്ഷെ സുധ അങ്ങനെ കരുതുന്നില്ല. തന്റെ സ്വന്തം ജീവിതം കൊണ്ട് അവൾ അത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സുധ പറയുന്ന എല്ലാ കാര്യങ്ങളും ചന്ദർ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് സുധ അവനോട് പറയുന്നു. ചന്ദർ ഒന്ന് അത്ഭുതത്തോടെ അവളെ നോക്കുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും പ്രണയം തോന്നും. പക്ഷെ ഒരു വിവാഹത്തിലേക്കോ പ്രണയത്തിലേക്കോ പോകാൻ ഞാൻ തയ്യാറല്ല എന്നവൾ അവനോട് തുറന്നു പറയുന്നുണ്ട്. ചന്ദർ അതിന് സമ്മതിക്കുന്നു. നീ വിചാരിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് നടക്കും എന്ന് അവൻ അവളോട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്കിടയിൽ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അന്ന് രാത്രി ചന്ദർ വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. സുധയായിരുന്നു അവനെ ഫോൺ വിളിച്ചത്. എന്നിട്ട് അവള് പെട്ടെന്ന് തന്നെ താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് അവനോട് പറഞ്ഞു. സുധ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ചന്ദർ പോകാൻ വേണ്ടി റെഡിയാകുന്നു. ഡ്രസ്സ് മാറി ഏത് ഡ്രസ്സാണ് നല്ലതെന്ന് കുറെ നേരം ആലോചിച്ച ശേഷമാണ് അവൻ അവസാനം അവളെ കാണാൻ പോകുന്നത്. നന്നായി ഒരുങ്ങിയ ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറി അവള് പറഞ്ഞ സ്ഥലത്ത് അവൻ എത്തുന്നു. അവിടെ എത്തി നോക്കിയപ്പോൾ സുധ തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ചന്ദറിനെ കാത്തിരിക്കുകയായിരുന്നു. സുധയും അവളുടെ റൂംമേറ്റ് ആയ ഗാർഗിയും തമ്മിലൊരു വഴക്കുണ്ടായി.
വഴക്കുണ്ടായിരുന്നു. വഴക്കിന് ശേഷം സുധ തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി. സുധ സാധനങ്ങളെല്ലാം ഓട്ടോയിൽ കയറ്റിയ ശേഷം ഓട്ടോക്കാരനോട് ചന്ദർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അവൾ തന്റെ കൂടെ തന്റെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞ ചന്ദറിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. രണ്ടുപേരും കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ചന്ദർ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും സുധയെ കണ്ടാൽ പിന്നീട് പലതും പറയുമെന്ന പേടിയിൽ ആരും കാണാതെ സുധയെ വീട്ടിനുള്ളിലേക്ക് കയറ്റുന്നു. വീടിനുള്ളിൽ കയറിയ സുധ അത്ഭുതത്തോടെ വീട് മുഴുവൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ചന്ദറിനോട് പറഞ്ഞു, നീ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ വീട് ഇത്രയും ഭംഗിയുള്ളതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ വിചാരിച്ചത് നിന്റെ വീട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞ് സുധ തമാശയായി പറയുന്നുണ്ട്, എനിക്കിനി വേറെ താമസിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിച്ചാലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ചന്ദർ ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട്. അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട സുധ താൻ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് കഥ വീണ്ടും പ്രസന്റിലേക്ക് എത്തുകയാണ്. പ്രീതിയും ചന്ദറും തങ്ങളുടെ കിച്ചണിലാണ്. പ്രീതി വ്ലോഗ് എഴുതുന്ന ഒരാളാണ്. അതൊരു ഹോബിയായി അവൾ കൊണ്ടു നടക്കുകയാണ്. ചന്ദർ അവളുടെ ബ്ലോഗ് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നാണിച്ചത് പ്രീതി പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നാൽ അവളുടെ ബ്ലോഗ് വായിച്ച ശേഷം ചന്ദർ അവളോട്, നീ നന്നായി എഴുതുന്നുണ്ട്, ഇനിയും ഒരുപാട് എഴുതണമെന്ന് സ്നേഹത്തോടെ പറയുന്നു. അപ്പോഴാണ് പ്രീതി ഒരു കാര്യം പറയുന്നത്. ഒരു ട്രാവൽ വ്ലോഗർ അവരുടെ മുസാഫിർ കഫയെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചന്ദറിന് ഈ ഇന്റർവ്യൂയോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയ പ്രീതി പറയുന്നു, നിനക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഇന്റർവ്യൂ നമ്മുടെ കഫയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഈ കഫയും നിന്റേതാണ്, ഞാനും നിന്റേതാണ്. നീ എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് ഇവിടെ നടക്കുക എന്ന് ചന്ദർ അവളോട് പറഞ്ഞു. എന്നിട്ട് പ്രീതിയുടെ അടുത്തെത്തി തന്റെ ജീവിതം ഇത്ര മനോഹരമാക്കി തന്നതിന് അവളോട് അവൻ നന്ദിയും പറയുന്നു. അതിനുശേഷം പ്രീതി സംസാരിച്ചുകൊണ്ട് ബുക്ക് ഷെൽഫിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് അവൾക്കൊരു പഴയ ബുക്ക് കിട്ടുന്നത്. ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതോടെ പ്രീതിയുടെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മായുന്നു. അതിൽ എഴുതിയിരുന്നത് സുധ എന്നാണ്. ആ പേര് കണ്ടതോടെ പ്രീതി ഞെട്ടുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലുള്ള വിഷമം മുഖത്ത് കാണിക്കാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. രാത്രി ഉറങ്ങാൻ വേണ്ടി ബെഡ് ഒരുക്കുന്ന തിരക്കിലാണ് സുധയും ചന്ദറും. മുറിയിലുള്ള പുസ്തകങ്ങൾ ശ്രദ്ധിച്ച സുധ ചന്ദറിനോട് പറയുന്നു, നീ എഞ്ചിനീയറിംഗ് വിട്ട് ഇവിടെ വന്നതിന് കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ ഒരു ഡ്രീമറാണ്. ജീവിതത്തിൽ എന്തോ ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ. സുധ പറയുന്നതും ചന്ദർ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ബെഡ് വിരിക്കാൻ അവളോട് പറയുന്നു. അപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന ഒരു ഊഞ്ഞാല് സുധ കാണുന്നത്. അവൾ അതിൽ കയറി ആടാൻ തുടങ്ങുന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ ഒരു ഡ്രിങ്ക് കുടിക്കണമെന്ന് സുധ ചന്ദറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. ഡ്രിങ്ക് ചെയ്തുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ചിരിയും തമാശയും ഒക്കെ ആ രാത്രി പതുക്കെ കടന്നുപോയി. അങ്ങനെ വീണ്ടും നമ്മൾ പ്രസന്റിലെ മുസാഫിർ കഫേയിലേക്ക് എത്തുകയാണ്. ചന്ദർ ഒരു ട്രിപ്പിനായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രീതി അവനെ സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ രാഹിൽ എത്തുന്നു. പ്രീതിയുടെ അടുത്തിരുന്ന് അയാൾ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സംഭാഷണത്തിൽ നിന്ന് രാഹിൽ ഒരു സാധാരണ കസ്റ്റമർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. കഴിഞ്ഞ 3 മാസമായി രാഹിൽ തുടർച്ചയായി മുസാഫിർ കഫേയിൽ വരാറുണ്ട്. ഇതിനിടയിൽ പ്രീതി എഴുതുന്ന ട്രാവൽ ബ്ലോഗ് അയാൾ വായിച്ചിരുന്നു. അവളുടെ എഴുത്ത് രാഹിലിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ആ ബ്ലോഗ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷറിന്റെ അടുത്ത് രാഹിൽ ഓൾറെഡി സംസാരിച്ചിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ പ്രീതി ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ എഴുതുന്നത് വെറും ഒരു ഹോബി ആയിട്ടാണ്. ഞാൻ അതുകൊണ്ട് അത്ര വലിയ റൈറ്റർ ഒന്നുമല്ല എന്ന് പ്രീതി പറയുന്നു. പക്ഷെ രാഹിൽ അതിൽ സമ്മതിക്കുന്നില്ല. അയാൾ അവളോട് പറയുന്നത്, നീ ഒരു റൈറ്റർ ആവാൻ വേണ്ടി തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അതിനു വേണ്ട കഴിവ് നിനക്കുണ്ട്. പക്ഷെ നീ തന്നെയാണ് അത് മനസ്സിലാക്കാത്തത്. രാഹിലിന്റെ വാക്കുകൾ കേട്ട് പ്രീതി വീണ്ടും അത്ഭുതപ്പെടുന്നു. രാഹിൽ തന്റെ റൈറ്റിംഗിൽ മാത്രമല്ല തന്നിലും കുറച്ച് അധികം താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് പ്രീതിക്ക് മനസ്സിലാകുന്നുണ്ട്. അയാൾ അവളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഫ്ലേർട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രീതി അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവൾ വളരെ നോർമലായിട്ടാണ് രാഹിലിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അവിടെ നിന്ന് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുകയാണ്. രാവിലെ തന്നെ സുധ എഴുന്നേറ്റ് തന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചന്ദർ അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്നുണ്ട്. സുധ കോർട്ടിൽ പോകാൻ റെഡിയായ ശേഷം അവൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ചായ കുടിക്കുന്നു. ചായ കുടിച്ച ഉടൻ തന്നെ സുധ ഭയങ്കര ഇംപ്രസ് ആകുകയാണ്. അവന്റെ ചായ അത്ര നല്ലതാണെന്ന് പറഞ്ഞ് അവൾ അവന്റെ കയ്യിൽ ഉമ്മ വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് വീട്ടിലെ ജോലിക്കാരി അകത്തേക്ക് എത്തുന്നുണ്ട്. അവരെ അങ്ങനെ കണ്ട ജോലിക്കാരി വല്ലാത്തൊന്ന് പുഞ്ചിരിക്കുന്നു. അപ്പോൾ ടെൻഷനായ ചന്ദർ സുധ തന്റെ കൂട്ടുകാരന്റെ അനുജത്തിയാണെന്ന് ആദ്യം നുണ പറയുന്നു. അതിനുശേഷം തിരുത്തി സുധ തന്റെ ഫ്രണ്ടാണെന്നും കുറച്ചു ദിവസം അവളോടെ ഉണ്ടാകുമെന്ന് സത്യം പറയുന്നു. അപ്പോൾ ജോലിക്കാരിക്ക് കാര്യം മനസ്സിലായി. അവർ ഈ കാര്യം വീട്ടുടമയോടും അയൽക്കാരോടും ഒന്നും പറയില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ദിവസം ചന്ദറിന് ഓഫീസ് ട്രിപ്പിന് ലക്നൌവിൽ പോകണമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ സുധയെ കോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും സുധ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് അവനോട് പറഞ്ഞു. പോകുന്നതിനു മുൻപ് സുധ ചന്ദറിന്റെ അടുത്തെത്തി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോയി വരുന്ന ദിവസം വരെ അവൾ എവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവനോട് പറഞ്ഞു. ശേഷം സുധ കോർട്ടിലെത്തി തന്റെ കേസ് നന്നായി വാദിച്ചു ജയിക്കുന്നു. അതുകൊണ്ട് അവളുടെ സീനിയർ ലോയർ വന്ന് അവളെ അഭിനന്ദിച്ചുകൊണ്ട് അവൾക്ക് മുംബൈയിൽ നിന്നൊരു വലിയ ലോ ഫേമിന്റെ ഓഫർ വന്നതായി പറയുന്നുണ്ട്. അയാൾ അവളുടെ പ്രകടനം കണ്ട് അവളെ നന്നായി റെക്കമെൻഡും ചെയ്തിരുന്നു. ഇത് കേട്ട സുധയുടെ മുഖത്ത് ഒരു സന്തോഷമല്ല കാണുന്നത്. അവൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ ചന്ദറിനോടൊരു ഫീല് തോന്നി തുടങ്ങിയിരുന്നു. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ഓഫർ കിട്ടിയപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സുധ കൺഫ്യൂസ് ആകുന്നു. ചന്ദർ തന്റെ ഓഫീസ് ട്രിപ്പിന്റെ ഇടയിലും സുധയെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. സുധ കയ്യിലൊരു ചായ ഗ്ലാസും പിടിച്ച് അവനൊരു ഫോട്ടോ അയക്കുന്നുണ്ട്. അവളോട് മെസ്സേജ് അയച്ചുകൊണ്ട് അവൻ പുഞ്ചിരിക്കുകയാണ്. അത് കണ്ട് അവന്റെ കൊളീഗ്സ് അവൻ ഏതോ ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കി അവനെ കളിയാക്കുന്നു.
സുധ ചന്ദറിന്റെ വീട്ടിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സിന് സമാധാനമില്ല. അവൾ തനിക്ക് മുംബൈയിൽ ജോബ് ഓഫർ കിട്ടിയ കാര്യം പറയാൻ വേണ്ടി ഫോൺ എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സെൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അവൾ ആ വീട്ടിലുണ്ടായിരുന്ന ചന്ദറിന്റെ ഓരോരോ സാധനങ്ങളും നോക്കുകയാണ്. അതിൽ ചന്ദറിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസും അവൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവൾക്ക് ചന്ദറിന്റെ ഒരു പഴയ ഡയറി കിട്ടുന്നു. ആ ഡയറി വായിക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് ചന്ദർ വരച്ച ഒരു കഫേയുടെ ചിത്രം അവൾ കാണുന്നു. അതിൽ ഡ്രീം കഫേ എന്ന് എഴുതിയിരുന്നു. അവൾ ആ ഡ്രീം കഫേയുടെ മുകളിൽ മുസാഫിർ കഫേ എന്ന് എഴുതുന്നുണ്ട്. ഇതേ പേരാണ് വർഷങ്ങൾക്ക് ശേഷം തന്റെ കഫേക്ക് ചന്ദർ ഇട്ടത്. ഇപ്പോഴും ആ ചിത്രവും മുസാഫിർ കഫേ എന്ന് എഴുതിയിരുന്നതും ചന്ദറിന്റെയും പ്രീതിയുടെയും വീടിന്റെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പ്രീതി പുറത്തു പോയി വീട്ടിലെത്തിയിരിക്കുകയാണ്. ചന്ദർ അവൾക്ക് വേണ്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചന്ദർ പ്രീതിയുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ രാഹിലിനെ കുറിച്ച് പറയുന്നു. രാഹിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളാണെന്നാണ് ചന്ദർ പറയുന്നത്. അത് കേട്ട പ്രീതി അവൻ തന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നു. അപ്പോൾ ചന്ദർ താൻ അതിനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. രാഹിൽ പ്രീതിയുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നത് ചന്ദർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രീതിക്ക് ഭയങ്കര അത്ഭുതമാകുന്നു. താൻ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്ന ഒരാളാണ്. മുസാഫിർ കഫേയിൽ വരുന്ന എല്ലാ ആളുകളും അവിടെ നിന്ന് പോകുമ്പോൾ പ്രീതിയുടെ ഫാൻ ക്ലബിൽ മെമ്പർ ആയതിനു ശേഷമേ പോകാറുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ട പ്രീതി ഫാൻ ക്ലബിൽ നിന്റെ റോൾ എന്താണെന്ന് ചന്ദറിനോട് ചോദിക്കുന്നു. ഞാനാണ് ഈ ഫാൻ ക്ലബിന്റെ ഫൗണ്ടർ എന്ന് അവൻ അഭിമാനത്തോട് പറയുന്നുണ്ട്. ചന്ദറിന് രാഹിലിന്റെ അടുത്ത് അസൂയ തോന്നിയ കാര്യം പറഞ്ഞ് പ്രീതി അവനെ കളിയാക്കുകയാണ്. പ്രീതി തന്റെ സ്വന്തമാണ് ും അതുകൊണ്ട് താൻ അസൂയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ചന്ദർ പ്രീതിയോട് പറയുന്നു. അതിനുശേഷം പ്രീതി ചന്ദറിന് ഒരു സ്കെച്ച് കാണിക്കുന്നുണ്ട്. അവൾ അവരുടെ മുസാഫിർ കഫേ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്ലാനിൽ ചന്ദർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിലും പ്രീതി അവന് ധൈര്യം കൊടുക്കുന്നു. വീണ്ടും അങ്ങനെ സീൻ പാസ്റ്റിലേക്ക് പോവുകയാണ്. ഓഫീസ് ട്രിപ്പിലായിരുന്ന ചന്ദറിനെ വീഡിയോ കോൾ വിളിച്ച് സുധ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അവർ രണ്ടുപേരും അടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ലായിരുന്നു. രാത്രിയിൽ അവൾ ചന്ദറിനെ കുറിച്ച് ആലോചിച്ച ശേഷമാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് അവൾ വീണ്ടും മുംബൈ ജോബ് ഓഫറിന്റെ കാര്യം അവന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും വീടിന്റെ ബെല്ല് മുഴങ്ങുകയും അവൾ സംശയത്തോടെ ആരായിരിക്കുമെന്ന് ആലോചിച്ച് പോയി വാതിൽ തുറക്കുകയും ചെയ്യുന്നു. അവിടെ ചന്ദറിനെ കണ്ട് അവൾ ഞെട്ടുന്നുണ്ട്. അവൾ ചന്ദറിനോട് നാളെ വരികയുള്ളെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നല്ലോ എന്ന് ചോദിക്കുന്നു. ചന്ദർ അവളെ ഒരുപാട് മിസ് ചെയ്തതുകൊണ്ട് കാത്തിരിക്കാൻ വയ്യാതെ ഓടി വന്നതായിരുന്നു. അവർ രണ്ടുപേരും അതിനുശേഷം അവിടെ റൊമാൻറ്റിക് ആയ നിമിഷങ്ങൾ പങ്കിടുന്നുണ്ട്. അതിനുശേഷം ചന്ദറിന് അവളുടെ അമ്മയുടെ ഫോണ് വരികയും സുധ കിച്ചണിലേക്ക് പോഹ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ചന്ദർ യാദൃശ്ചികമായി സുബയുടെ മുംബൈ ജോബിന്റെ ഓഫർ ലെറ്റർ കാണുന്നുണ്ട്. അവനത് അവിടെ തന്നെ വെച്ച് കിച്ചണിൽ സുധയുടെ അടുത്തേക്ക് പോവുകയാണ്. സുധ അവിടെ പോഹ ഉണ്ടാക്കുന്നുണ്ട്. അവൻ അവിടെ ചെന്ന് അവന്റെ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കുകയും അത് സുധയെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദർ തനിക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ മൂടില്ല എന്ന് പറയുന്നു. സുധയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുധ തന്റെ റൂംമേറ്റ് ആയ ഗാർഗി തന്നെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞ് കുറെ പ്രാവശ്യം വിളിച്ചെന്നും തനിക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും പറയുന്നു. അത് കേട്ടപ്പോൾ ചന്ദറിന്റെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ സുധ ചിരിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കുറച്ചു ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കാമെന്നാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ചന്ദറിന് സന്തോഷമാകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. സുധ കോർട്ടിൽ വെച്ച് ഗാർഗിയെ കണ്ട് അവരുടെ പ്രോബ്ലം ഒക്കെ സോർട്ട് ചെയ്യുന്നുണ്ട്. സുധയുടെ ഓഫർ ലെറ്റർ കണ്ട ഗാർഗി ഇത്ര നല്ല ഓഫർ കിട്ടിയിട്ടും നീ എന്താണ് മുംബൈ പോകാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധ നാണത്തോടെ ചന്ദറിന്റെ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയം ചന്ദറിന് ഭോപ്പാൽ വിട്ട് വേറെ എവിടെയോ ട്രെയിനിങ്ങിന് പോകണമായിരുന്നു. അപ്പോൾ അവൻ തന്റെ ബോസിനോട് അവൻ ഇപ്പോൾ ഭോപ്പാലിൽ തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യമെന്നും വേറെ ആരെങ്കിലും അവന്റെ സ്ഥാനത്ത് ട്രെയിനിങ്ങിന് വിടാനും പറയുന്നു. സുധയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാനാണ് അവൻ ഈ തീരുമാനമെടുത്തത്. കോർട്ടിൽ ഗാർഗിയും സുധയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദർ അവിടെ സുധയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എത്തുന്നു. അവനെ കണ്ട് അവൾ സർപ്രൈസ്ഡ് ആകുന്നു. എന്നിട്ട് സുധ ചന്ദറിനെയും ഗാർഗിയെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഗാർഗി അവിടുന്ന് പോയ ശേഷം ചന്ദർ സുധയും കൂടെ പുറത്ത് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ പാർക്കിൽ വെച്ച് പാനിപ്പൂരി തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചന്ദറിന്റെ അടുത്ത് സുധ അവന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ടോപ്പിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചന്ദർ ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് സുധയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ചന്ദർ ചിരിച്ചുകൊണ്ട് അവന് എക്സ് ഗേൾഫ്രണ്ട് ആണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. സുധയ്ക്ക് ചന്ദറിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ കഥ കേൾക്കണമെന്നുണ്ട്. വീട്ടിൽ പോയി ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ആ കഥ കേൾക്കാമെന്ന് അവൾ അവനോട് പറയുന്നു. അങ്ങനെ വീട്ടിലെത്തി ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ചന്ദർ തന്റെ പഴയ ഗേൾഫ്രണ്ടിന്റെ കഥ പറയുകയാണ്. കുറെ വർഷം മുൻപായിരുന്നു അവന് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നത്. അവന്റെ ഗേൾഫ്രണ്ട് പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ അവനും അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി അവളുടെ കൂടെ അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് ഗേൾഫ്രണ്ട് അവനെ ഉപേക്ഷിച്ച് വേറെ ആരെയോ പ്രണയിക്കാൻ തുടങ്ങുകയും ചന്ദർ അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. തിരിച്ച് ഇന്ത്യയിലെത്തിയ ശേഷം അവന്റെ അച്ഛൻ അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീട് ചന്ദർ ജോലികളെല്ലാം ചെയ്ത് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുത്തു. അതിനുശേഷം അവന്റെ അമ്മ അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ കഥ പറഞ്ഞ ശേഷം ചന്ദർ സുധയോട് നീ ഇനി സത്യം പറ, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നു. സുധ തന്റെ കഥ പറയാൻ തുടങ്ങി. അവളുടെ അച്ഛൻ എപ്പോഴും അവളോട് നന്മ
നന്നായി പഠിക്കാനും നന്നായി പഠിച്ചാൽ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാമെന്നൊക്കെ പറയുമായിരുന്നു. അച്ഛന്റെ മരണം കാരണം അവൾക്ക് വിദേശത്ത് പോകാൻ സാധിച്ചില്ല. പക്ഷെ നന്നായി പഠിച്ച് ഭോപ്പാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അവൾ വക്കീലായി. ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൾ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതും. അത് കേട്ട ചന്ദർ ചിരിച്ചുകൊണ്ട് അവൾക്ക് എത്ര ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കുറെ പേർ തന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, പക്ഷെ തനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾ പറഞ്ഞു. എല്ലാവരും പ്രണയത്തിലായതിനു ശേഷം ഉടൻ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വരുമായിരുന്നു. അത് തനിക്ക് വേണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവരൊക്കെ എന്നെ വിട്ടുപോയി. അപ്പോൾ ചന്ദർ അവളോട് ഭോപ്പാലിൽ നീ എപ്പോഴാണ് പോകുന്നത്, നീ മുംബൈ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് സുധ സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ അവൻ താൻ യാദർച്ഛികമായി അവളുടെ ഓഫർ ലെറ്റർ കണ്ടിരുന്നുവെന്നും ഇത് അവളുടെ കരിയറിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്നും പറയുന്നു. ഞാൻ പോയാൽ നിനക്ക് വിഷമമാകില്ലേ എന്ന് സുധ അവനോട് ചോദിക്കുന്നു. ചന്ദർ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നിട്ട് സുധ ചന്ദറിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന കഫേയുടെ സ്കെച്ച് കാണിച്ചിട്ട് അവനോട് നീ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. താൻ ചെറുപ്പത്തിൽ മുത്തച്ഛന്റെ കൂടെ കഫേയിൽ പോകുമ്പോൾ തനിക്ക് ഇങ്ങനൊരു കഫേ സ്വന്തമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞു. തന്റെ ആഗ്രഹം ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ മനോഹരമായ നിമിഷങ്ങൾ വളരെ നന്നായി തന്നെ അവിടെ ചെലവഴിക്കാൻ സാധിക്കണമെന്നാണ്. അത് കേട്ട് സുധ അവന്റെ കഫേക്ക് മുസാഫിർ എന്ന് പേരിടുന്നുണ്ട്. അവൻ ആ പേര് നന്നായി ഇഷ്ടപ്പെടുകയും അവൻ ആ പേര് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ചന്ദറിന്റെ കഫേക്ക് മുസാഫിർ കഫേ എന്ന് പേര് വന്നത്. അങ്ങനെ വീണ്ടും സീൻ പ്രസന്റിലേക്ക് വരികയാണ്. മുസാഫിർ കഫേയിൽ വെച്ച് ട്രാവൽ വ്ലോഗർ ചന്ദറിന്റെയും പ്രീതിയുടെയും ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഫേക്ക് മുസാഫിർ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് അവർ ചോദ്യം ചോദിക്കുന്നു. അത് കേട്ട ചന്ദർ ഈ പേര് തനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണെന്ന് പറയുന്നു. ചന്ദറും പ്രീതിയും വിവാഹം കഴിച്ചിട്ടില്ലെന്നും വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട്. അതിനുശേഷം കഫേയിൽ രാഹുൽ നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള അയാളുടെ ഒരു ബുക്ക് മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് ചന്ദറിന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകുന്നു. ചന്ദറിന്റെ അമ്മ ഫോൺ വിളിച്ച് ദീപാവലിക്ക് വീട്ടിലേക്ക് വരാൻ അവനോടും പ്രീതിയോടും പറയുന്നുണ്ട്. അമ്മ അവരുടെ വിവാഹകാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ ഫോണും വെക്കുന്നുണ്ട്. രാഹുലും പ്രീതിയും നടക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ രാഹുൽ അവളോട് ചോദിക്കുന്നു, ചന്ദറിന്റെ പാസ്റ്റ് ഇപ്പോഴും അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവന്റെ പാസ്റ്റ് അറിഞ്ഞിട്ടും എങ്ങനെയാണ് അവന്റെ കൂടെ ജീവിക്കുന്നതെന്ന്. ചന്ദറിന്റെ പാസ്റ്റ് അറിഞ്ഞതിനു ശേഷമാണ് താൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് അവൾ പറഞ്ഞു. രാഹുലിനോട് സംസാരിച്ചതിന് ശേഷം പ്രീതി വല്ലാതെ ഇൻസെക്യൂർ ആകുന്നുണ്ട്. എപ്പോഴെങ്കിലും സുധ തിരിച്ചു വന്നാൽ ചന്ദർ സുധയെ സ്വീകരിക്കുമോ എന്നൊരു പേടി അവൾക്കുണ്ടാകുന്നു. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചന്ദറിന്റെ അടുത്ത് പ്രീതിയെ കാണുന്നില്ലായിരുന്നു. അവളെ കാണാതെ അവൻ ടെൻഷൻ ആകുന്നുണ്ട്. അവൻ അവളെ അന്വേഷിച്ച് നടക്കുന്നു. പ്രീതി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ച് നിൽക്കുന്നത് അവൻ കാണുന്നു. ചന്ദർ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പോയി. പ്രീതിയുടെ മുഖം കണ്ട ചന്ദറിന് അവൾക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് മനസ്സിലായി. അവൻ കുറെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പ്രീതി പറയാൻ തുടങ്ങി, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. ഇന്നലെ വരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ചന്ദർ നിനക്ക് എന്ത് പേടിയാണുള്ളതെന്ന് ചോദിക്കുന്നു. എപ്പോഴെങ്കിലും സുധ തിരിച്ചു വന്നാൽ നീ എന്ത് ചെയ്യും, എന്നെ മറക്കുമോ? പ്രീതിയുടെ ഈ ചോദ്യം കേട്ട് ചന്ദർ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? പോയവർ പോയി, അവൾ പോയിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷം കൊണ്ട് എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ നിന്റെ കൂടെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഈ അനാവശ്യ കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ പ്രീതിയെ കെട്ടിപ്പിടിക്കുന്നു. ചന്ദർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സുധ തിരിച്ചു വന്നാൽ അവൻ എന്തു ചെയ്യുമെന്ന് അവൻ അറിയില്ലായിരുന്നു. പ്രീതി പേടിച്ച പോലെ തന്നെ സുധ തിരിച്ചു വരുമോ? ഇത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. നിങ്ങൾക്ക് മുസാഫിർ കഫേയുടെ ആദ്യ പാർട്ട് ഇഷ്ടമായെങ്കിൽ അടുത്ത പാർട്ടിനായി കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.